എതിരാളിയെ കൊടുക്കാനുള്ള കൊട്ടേഷന്റെ ഭാഗമായി പ്രായപൂർത്തിയാകാത്ത കുട്ടി വഴി ലഹരിമരുന്ന് കൈമാറിയ കേസിൽ കായംകുളത്തെ കുപ്രസിദ്ധ ഗുണ്ട കണ്ടല്ലൂർ സ്വദേശി താറാവ് ശ്യാം പിടിയിലായി. പാലക്കാട് നിന്നാണ് ഇയാൾ അറസ്റ്റിലായത്. തിരുവനന്തപുരം സ്വദേശിയെ ലഹരിക്കേസിൽ കുടുക്കുന്നതിനാണ് 30 ലക്ഷം രൂപയുടെ കൊട്ടേഷൻ സംഘം ഏറ്റെടുത്തത്. 230 മില്ലിഗ്രാം ലഹരിമരുന്നുമായി പ്രായപൂർത്തിയാകാത്ത കുട്ടിയെ പിടികൂടുന്നതോടെയാണ് സംഭവങ്ങളുടെ തുടക്കം. തിരുവനന്തപുരം സ്വദേശി സംഗീതിനെ ലഹരിമരുന്ന് കേസിൽ കുടുക്കുന്നതിനാണ് പിടിയിലായ ഗുണ്ട താറാവ് ശ്യാമിന്റെ സുഹൃത്തും കേസിലെ 2ാം പ്രതിയുമായ രാഗിൽ 30 ലക്ഷം രൂപയ്ക്ക് കൊട്ടേഷൻ എടുക്കുന്നത്. ഐഫോൺ വാങ്ങി നൽകാമെന്ന് പറഞ്ഞ് ലഹരി കൈമാറ്റത്തിന് കുട്ടിയെ കണ്ടെത്തിയത് ശ്യാമായിരുന്നു. തുടർന്ന് കുട്ടിയുമായി സംഗീത് താമസിച്ചു വന്ന തിരുവനന്തപുരത്തെ വീടിന് സമീപവും ചവറയിലെ ബന്ധുവിന് വീടിന് സമീപവും എത്തി. സംഗീതും കുട്ടിയും തമ്മിൽ ബന്ധമുണ്ടെന്ന് സ്ഥാപിക്കാൻ കുട്ടിയുടെ മൊബൈൽ ഫോണിൽ നിന്നും സംഗീതിനെ വിളിച്ചു. കുട്ടിയുടെ കൈവശം ലഹരിമരുന്ന് നൽകിയ ശേഷം ഇവർ തന്നെ പോലീസിനെ വിവരമറിയിച്ചു. പോലീസ് പിടികൂടി ചോദ്യം ചെയ്തപ്പോൾ ലഹരിമരുന്ന് നൽകിയത് സംഗീതാണെന്ന് കുട്ടി പറഞ്ഞു. ഇതേ തുടർന്ന് സംഗീതിനെ പോലീസ് പിടികൂടി. വിശദമായ ചോദ്യം ചെയ്യലിൽ കുട്ടിയുടെ മൊഴികളിൽ വൈരുദ്ധ്യം കണ്ടതിനെ തുടർന്ന് നടത്തിയ അന്വേഷണത്തിലാണ് കൊട്ടേഷന്റെ ചുരുളഴിഞ്ഞത്. 2ാം പ്രതിയായ രാഗലിനെ പോലീസ് പിടികൂടിയതറിഞ്ഞ് ശ്യാം ഒളിവിൽ പോയി. ഒളിവിൽ കഴിയുന്ന സമയത്തു തന്നെ ഇയാളുടെ സംഘത്തിലെ ആളുകളുടെ ജന്മദിനാഘോഷവും ലഹരി പാർട്ടികളും നടത്തി ദൃശ്യങ്ങൾ സമൂഹമാധ്യമങ്ങളിൽ പോസ്റ്റ് ചെയ്യുമായിരുന്നു. ഒളിവിലിരിക്കെ കഞ്ചാവ് തോട്ടത്തിൽ വെച്ചുള്ള വീഡിയോയും ഇയാൾ സമൂഹമാധ്യമങ്ങളിൽ പോസ്റ്റ് ചെയ്തിരുന്നു. ആലപ്പുഴയിലെ വിവിധ സ്റ്റേഷനുകളിൽ മാത്രം 10ഓളം കേസുകളിൽ പ്രതിയായ ഇയാളെ 2023 കാപ്പ ചുമത്തി നാടുകടത്തിയിരുന്നു. മലയാളം ടെലിവിഷൻ, ആലപ്പുഴ. ഞാൻ ചായ ഇടുന്നുണ്ട്, വേണോ? വേണ്ട. അല്ലെങ്കിൽ വേണ്ട, എടുത്തോ. ഓക്കെ. വീട്ടിലെ പെണ്ണുങ്ങൾ അറിയണ്ട, പെരിന്തൽമണ്ണയിൽ സഫ വരുന്നുണ്ട്. സഫ ഗോൾഡൻ ഡയമണ്ട്സ്, ഡിഫറെന്റ് ബൈ ഡിസൈൻ.